IPL-ന് ശേഷം നടക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് സീരീസുകളിൽ സഞ്ജു ഇന്ത്യയെ നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് IPL കഴിഞ്ഞ ഉടൻ ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിൽ ഒരു ടെസ്റ്റും 3 ഏകദിനവുമാണുള്ളത്. അതിനുശേഷം അയർലൻഡിനെതിരെ 2 20-20 പരമ്പര, ശേഷം ഇംഗ്ലണ്ടിനെതിരെ 5 20-20 മത്സരങ്ങൾ. ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അയർലൻഡ് പരമ്പരയിൽ മാത്രം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലനിർത്തിയാലും സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കാനാണ് സാധ്യത. 35 പിന്നിട്ട സൂര്യകുമാർ യാദവിന് പ്രായം മാത്രമല്ല പ്രശ്നം, ഫോമും മുഖം തിരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് തിരിച്ചുവരവിൻ്റെ ഒരു സൂചന തന്നെങ്കിലും എല്ലാം അസ്തമിച്ചു. IPL-ലും സ്ഥിതി വ്യത്യസ്തമല്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവ് കാട്ടുമ്പോഴും സൂര്യയുടെ വ്യക്തിഗത ഫോമാണ് കടുത്ത തീരുമാനങ്ങളെടുക്കാൻ സെലക്ടർമാരെ പ്രേരിപ്പിക്കുന്നത്. 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 242 റൺസാണ് സൂര്യ നേടിയത്. എന്നാൽ ഇതിൽ തന്നെ താരതമ്യേന ചെറിയ ടീമുകൾക്കെതിരെയായിരുന്നു സൂര്യ തിളങ്ങിയത്. ഫൈനലിൽ ഉൾപ്പെടെ വൻ ടീമുകൾക്കെതിരെ സൂര്യയുടെ ബാറ്റ് സമ്മർദ്ദത്തിനടിപ്പെട്ടു. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി ഇതുവരെ 10 മത്സരങ്ങളിൽ നിന്ന് 195 റൺസ് മാത്രമാണ് സൂര്യയ്ക്ക് നേടാനായത്. മാത്രമല്ല, പരിക്കിന്റെ പിടിയിലാണെന്നും കൈത്തണ്ടക്കേറ്റ പരിക്കിനെ തുടർന്ന് വേദന സഹിച്ചാണ് സൂര്യ ബാറ്റ് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ബാറ്ററായി പോലും സൂര്യയെ പരിഗണിക്കാനിടയില്ല. ഇനി സഞ്ജു മാത്രമല്ല, രാജസ്ഥാന്റെ വെടിക്കെട്ട് താരം ഇന്ത്യയുടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി അയർലൻഡിനെതിരെ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറുടെ പേരിലുള്ള ആ റെക്കോർഡ് മറികടന്ന് വൈഭവ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നിന്ന് ക്യാപ്പ് നൽകാനുള്ളത് നമ്മുടെ സഞ്ജു ആയിരിക്കും. അന്തസ്. സഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. മുൻപ് ആദ്യ ലോകകപ്പിലേക്ക് വിളിയെത്തിയപ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്നായിരുന്നു സഞ്ജു ഇന്ത്യൻ ജേഴ്സിക്കൊപ്പം ചേർത്ത അടിക്കുറിപ്പ്. പിന്നെ അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായമെന്നും അടുത്ത പോസ്റ്റ് ഇട്ടു. സഞ്ജുവിന് ക്യാപ്റ്റൻ്റെ കുപ്പായം അണിയുമ്പോൾ ആ പാട്ടിലെ തന്നെ അടുത്തൊരു വരിയാണ് ഏറ്റവും ഉചിതമാകുക. അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും.